ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർ ആരൊക്കെയാണോ അവർക്ക് ആദ്യം വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ക്ലാരിറ്റി തരുന്ന നല്ലൊരു ക്യാമറയാണ്. അത് ഈവൻ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും DSLR ക്യാമറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറാസ് ആയിക്കോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വേണ്ടുന്നതാണ് നമുക്ക് നല്ലൊരു എന്താ പറയണ്ടേ ക്ലാരിറ്റി ഉള്ളൊരു വോയിസ് റെക്കോർഡർ. അപ്പോൾ അത് നമ്മൾ എന്താ പറയണ്ടേ ബ്രാൻഡ് വാല്യൂ ഒട്ടും കുറയാത്ത എന്നാലും നല്ല എന്താ പറയുക അഫോർഡബിളും ആയിരിക്കണം. അതിനനുസരിച്ച് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് A1 എന്ന് പറയുന്ന ഒരു മൈക്രോഫോണാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ വലിയ റേറ്റ് ഒന്നും അല്ല, അത്രയേ ഉള്ളൂ. ഒരു 135 136 ദിറംസൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇത്. ഓക്കെ, അതൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നാണ് തോന്നുന്നത്. 5000 മുതൽ 7000 രൂപ വരെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഞാൻ റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, whoever is going to doing the content creation, those people will be great helpful for this one. ഒരു 5-6 വർഷമായിട്ട് നിങ്ങൾ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരെ പിന്നെ ഡ്രസ്സിൻ്റെ അകത്ത് ഒരു ബട്ടൺ പോലത്തെ ഒരു മൈക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ബ്രാൻഡിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ലോഗോ, ആ ഒരു ഹോളിലാൻഡ് ബ്രാൻഡിൻ്റെ ലോഗോ ചിലപ്പോൾ മേ ബി നിങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞു ബോക്സ്. ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വി ആർ ഹിയർ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കാറ്റലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നുണ്ട്. പിന്നെ നോക്കാം ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണുള്ളത് എന്നുള്ളത്. കാറ്റലോഗ് ഉണ്ട്, ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇത് ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് എന്നുള്ളത്, അതുപോലെ ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി അതിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ആപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ കാറ്റലോഗിൽ. നമുക്ക് അതും അവസാനം ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഹോളിലാൻഡിൻ്റെ ആപ്പ് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതും എത്രത്തോളം എഫക്റ്റീവാണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നത് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോഫോണാണ്. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ് പോലെയുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ബോക്സാണിത്. ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോക്സ്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് 2 മൈക്രോഫോൺ ഉണ്ട്, അതിൻ്റെ ഒരു റിസീവറും ഉണ്ട്. ഞാൻ 1-2 പേര് ഇട്ടിട്ടുള്ള വീഡിയോസിൽ കണ്ടു അത് വേറെ 2 റിസീവർ ഓപ്ഷൻ കൊടുക്കുന്നത്. അത് മെയിനായിട്ട് ആ 2 റിസീവർ ഓപ്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ 14 സീരീസ് വരെ യൂസ് ചെയ്യുന്ന പിന്നും അതേപോലെ 15 സീരീസ് മുതലുള്ള സി ടൈപ്പ് പിന്നും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ആ എന്താ പറയണ്ടേ ഏർലിയർ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ഓപ്ഷനായിട്ടാണ് 2 റിസീവർ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ലേറ്റസ്റ്റാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അതുകൊണ്ടാണ് ഇതിൽ സി ടൈപ്പ് പിന്നെ റിസീവർ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ താഴെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടെ ഈ പൗച്ചിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എത്ര പാക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, ചെറിയ 1-2 കുഞ്ഞ് പാക്കറ്റ് ഉണ്ട്. വിൻഡി നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൂച്ചവാല് പോലത്തെ 2 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്തെ. അതുകൂടാതെ പിന്നെ ഒരു സിലിക്കോൺ ജെല്ലും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ചാർജിങ് കേബിൾ USB-C ടൈപ്പ് മോഡായിട്ടാണ് വരുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ചാർജർ പോലെ 2 സൈഡും C ടൈപ്പ് അല്ല വരുന്നത്. ഒരു സൈഡ് C ടൈപ്പ്, ഒരു സൈഡ് USB ആയിട്ടാണ് വരുന്നത്.